ഹായ് നമസ്കാരം. അങ്കമാലിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഒരേ ഒരു കാര്യം പറയുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നിങ്ങൾക്ക് തമ്പനയിൽ മുകളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആ ലെറ്ററിൽ നിങ്ങൾക്ക് മനസ്സിലാവും രാവണൻ്റെ പിന്നാലെ രാമനും. രാവണൻ്റെ പിന്നാലെ രാമൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുക രാമായണ കഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കാം. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് അതേ അല്ല. നമ്മുടെ മലയാള സിനിമയിലെ രാവണപ്രഭു അരങ്ങ് തകർത്ത് ഇപ്പോൾ റിലീസിൽ വിജയത്തിൻ്റെ പൊൻകൊടി നാട്ടിക്കഴിഞ്ഞു. അടുത്ത ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ 3 കോടിക്ക് മുകളിലുള്ള ഒരു കളക്ഷനിലേക്ക് ആ സിനിമ എത്തിക്കഴിഞ്ഞു. വലിയ വിജയത്തിലേക്കാണ് ആ ചിത്രത്തിൻ്റെ യാത്ര. അതേവിടെ അവസാനിക്കുമെന്ന് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ ഈ ആഴ്ചയും കൂടിയും ആ ചിത്രം തുടരും. 2 ആഴ്ച പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. തൃശ്ശൂർ തന്നെ ഇപ്പോൾ 2-3 സെൻറ്ററുകളിൽ ആ സിനിമ തൃശ്ശൂർ ടൗണിൽ തന്നെ കളിക്കുന്നുണ്ട്. ഏതായാലും രാവണപ്രഭു എന്ന സിനിമയ്ക്ക് പിന്നാലെ രാമൻ എത്തുകയാണ്. രാമൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട 2002 വൻ വിജയ ചിത്രങ്ങളൊന്നായ കല്യാണരാമൻ. നമുക്കറിയാം ആ ക്രിസ്മസിന് എത്തിയ സിനിമകളിൽ വലിയ വിജയം നേടിയ ഒരു സിനിമയായിരുന്നു കല്യാണരാമൻ. ദിലീപ് നായകനെത്തിയ ആ ഒരു ചിത്രം ഔട്ട് ആൻഡ് ഔട്ട് കോമഡി. ആദ്യം മുതൽ അവസാനം വരെ കോമഡി പറഞ്ഞ് ചിരിച്ച് ഒരു പരുവമായ സിനിമ. അന്നും ഇന്നും എന്നും അതിൻ്റെ കൗണ്ടറുകളും അതിലെ സീനുകളും കാണുമ്പോൾ തിയേറ്ററിൽ എന്ന് അത് ആസ്വദിച്ചോ അതേ ഫീൽ തന്നെ ഇപ്പോഴും ടി വിയിൽ ലഭ്യമാകുന്ന സിനിമ. ഇത് റിലീസ് ചെയ്താൽ എന്തായിരിക്കും കഥ? ഒരു കാര്യം ഉറപ്പിക്കാം, ദിലീപിൻ്റെ വലിയൊരു സെലക്ഷൻ, ഗുഡ് സെലക്ഷൻ എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. ദിലീപ് അല്ല ഈ സിനിമയുടെ നിർമ്മാതാവ്. അതുകൊണ്ട് തന്നെ നമുക്ക് അറിഞ്ഞുകൂടാ അതിൻ്റെ നിർമ്മാതാക്കൾ ആണ് അതിനെ കയ്യടി അറിയിക്കുന്നത്. കാരണം കൃത്യമായിട്ടുള്ള പ്ലേസ്മെൻ്റാണ്. ആ സിനിമ തന്നെയാണ് കറക്റ്റായിട്ട് റിലീസ് ചെയ്യാൻ പറ്റിയ പടം. അതുപോലെ പാണ്ടിപ്പട, പഞ്ചാബി ഹൗസ്, അതുപോലെ ഒട്ടനെ സിനിമകളുണ്ട് അദ്ദേഹത്തിന്. ഇപ്പോൾ മീശ മാധവൻ റിലീസ് വരാതിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ റിലീസിൽ ദിലീപിൻ്റെ റിലീസ് സിനിമകളിൽ ആദ്യത്തെ സിനിമയായിട്ട് എത്തുകയാണ് കല്യാണരാമൻ. കല്യാണരാമൻ അങ്ങനെ വൻ വിജയം നേടിയ സിനിമയാണ്. ഈ വരവിലും അതെങ്ങനെയായിരിക്കുമെന്നൊക്കെ കാത്തിരുന്ന് കാണാം. അന്ന് തിയേറ്ററിൽ കണ്ട് ആസ്വദിച്ചവർക്കറിയാം. പിന്നീട് ടി വിയിൽ കാണുമ്പോൾ പോലും അതിൻ്റെ ഫ്രഷ്നെസ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. പലതവണ ടി വിയിൽ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇനിയും അത് കാണാൻ തയ്യാറാണ്. തിയേറ്ററിൽ പോയിട്ട് ആസ്വദിച്ച് കാണാൻ തയ്യാറെടുക്കുകയാണ് ഞാനും. അതുപോലെ തന്നെ നിങ്ങളും അതുപോലെ ആയിരിക്കും എന്ന് കരുതുന്നു. ഏതായാലും ഈ ഒരു സിനിമ അടുത്ത് തന്നെ റിലീസുണ്ട്. മിക്കതും ഈ വരുന്ന ക്രിസ്മസോട് കൂടിയിട്ട് കല്യാണരാമൻ ടി വിയിൽ അന്ന് റിലീസ് എങ്ങനെയാണോ ക്രിസ്മസ് റിലീസായിട്ട് വന്നത് അതുപോലെ തന്നെ റിലീസായിട്ട് ക്രിസ്മസിന് മുന്നോടിയായിട്ട് സിനിമ എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒരു പക്ഷേ അത് ജനുവരിയിലേക്ക് നീണ്ടുപോയേക്കാം. എന്തായാലും കൃത്യമായിട്ടുള്ള ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല. റിലീസ് വരുന്നുള്ള അനൗൺസ്മെൻറ്റ് വന്നു കഴിഞ്ഞു, അതിൻ്റെ പോസ്റ്ററുകൾ വന്നു കഴിഞ്ഞു. ഏതായാലും നമുക്കറിയാം അന്ന് പോഞ്ഞിക്കരയും അതുപോലെ പ്യാരിയുമൊക്കെ തകർത്തതുപോലെ ഒരു തകർക്കൽ നമുക്ക് തിയേറ്ററിൽ വീണ്ടും കാണാൻ പറ്റും. കല്യാണരാമന് വേണ്ടി